ഇന്ന് നമ്മുടെ ഒരു ഫുഡ് ഔട്ടിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ പുറത്തേക്ക് പോയി നമ്മൾ മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് നമ്മൾ കുറച്ച് ബർഗറൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി നമ്മൾ കുറേ ഇങ്ങനെ നടന്നു. ഇതേക്കറിഞ്ഞ കണ്ട സോക്സ് ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു പട്ടിക്കുട്ടനെയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ഓരോരോ കാഴ്ചകളിലേക്ക് ഇന്ന് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പോവാം. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു വീക്കെൻഡ് ഒന്നുമല്ല, ഇന്നൊരു വീക്ക് ഡേ ആണ്. അതായത് സാധാരണ ജോലിയുള്ള ഒരു ദിവസമാണ്. എന്നിട്ടും നമ്മൾ വൈകിട്ട് നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി നമ്മളൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിന്ന് കുറച്ചൊന്ന് ഒരു ഫുഡൊക്കെ ഒന്ന് വെളിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. കാര്യം എല്ലാ ദിവസവും സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മടുക്കില്ലേ. അപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ വല്യറ്റയിലെ മെയിൻ ആയിട്ടുള്ളൊരു ആ ഒരു വാട്ടർ ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഉള്ളിലേക്ക് ഈ ഒരു സ്ട്രീറ്റിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് കയറി പോയിട്ട് വേണം നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ. കാര്യം ഇതിന്റെ ഉള്ളിലാണ് കുറെ അങ്ങ് ഉള്ളിലേക്ക് പോകുമ്പോഴേ റൈറ്റ് സൈഡിലാണ് നമുക്ക് മെക്ഡൊണാൾഡ്സ് ഉള്ളത്. ഇവിടെ മെക്ഡൊണാൾഡ്സ് ഉണ്ട്, ഒരുപാട് ഒരുപാട് അങ്ങനത്തെ വലിയ വലിയ എന്താ പറയുക ഫുഡ് സ്റ്റോറുകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളിന്ന് പോകുന്നത് മെക്ഡൊണാൾഡ്സിലേക്കാണ്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ഇതാ മെക്ഡൊണാൾഡ്സിന്റെ തൊട്ട് വാതിക്കൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്കിത് പതിയെ അതിനുള്ളിലേക്ക് ഇങ്ങനെ വലത് കാലം എടുത്തു വെച്ച് നടന്ന് കയറി പോകാം. ഇടത് കാലമായി പോയോ എന്നാലും അപ്പം നമ്മളിത് ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം കുറെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഓൾറെഡി കഴിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുത്തെ ഒരു വലിയൊരു ഡിസ്പ്ലേ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാംബർഗർ ഉണ്ട്, ചിക്കൻ ബർഗർ ഉണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ചിക്കൻ ബർഗറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ബർഗർ പറഞ്ഞ നേരം കൊണ്ട് 5 മിനിറ്റ് പോലും എടുത്തില്ല. അതിനുള്ളിൽ തന്നെ നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കൊക്കക്കോളയൊക്കെ അഡീഷണൽ വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രിങ്ക് എന്തെങ്കിലും കുടിക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ കുടുങ്ങി പോയാലോ, ഇറങ്ങിപ്പോകണ്ടേ. അതുകൊണ്ട് നമ്മൾ എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സ്പൈഡർമാൻ്റെ എംബ്ലമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാര്യം ഇപ്പോൾ സ്പൈഡർമാൻ്റെ മൂവി ഇറങ്ങുന്നതായിട്ട് പ്രൊമോഷൻ പോലെയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും എല്ലാ മുക്ക് മൂലയിലും നമുക്ക് സ്പൈഡർമാനെ കാണാൻ വേണ്ടി പറ്റും. എനിക്ക് ഇഷ്ടമുള്ളൊരു കൊമിക് ക്യാരക്ടറാണ് കേട്ടോ സ്പൈഡർമാൻ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അപ്പോൾ ഇതാ നമുക്ക് ഇതിനകത്ത് ടോയ് നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്കൊരു ഒരു പായ്ക്കിൽ നമുക്ക് ടോയും കിട്ടും, പിന്നെ ബുക്കും കിട്ടും. ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പൈഡർമാൻ്റെ എങ്ങനെയാണ് പീറ്റർ പാർക്കറിനെ ചലന്തി കടിച്ചത്, എങ്ങനെയാണ് വലവിടുന്നത് എന്നൊക്കെയാണ്. നമുക്ക് ടോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടോയ്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ആ ടോയ് സ്പൈഡർമാൻ്റെ ചെറിയൊരു പെട്ടിയുണ്ട്, അതാണ് ടോയ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാക്കേജിനകത്ത് നമുക്കൊരു ബർഗർ, പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ കുറച്ച് കൊക്കക്കോള ഒക്കെ നമുക്ക് അഡീഷണൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ്, അതൊരു സിംഗിൾ പായ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇത്തരം സംഭവങ്ങൾ വരും. അതാണ് നമുക്ക് അതിനകത്ത് ഒരു ഒറ്റ പായ്ക്കിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടോയ്, സ്പൈഡർമാൻ ടോയ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് നൈസായിട്ട് അത് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഈ ബുക്ക് തന്നെയാണ് നോക്കാം. ഈ ബുക്ക് എന്ന് പറഞ്ഞ് ഞാനിത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ സ്പൈഡർമാൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ വലവിടുന്നു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു സ്പൈഡർമാൻ്റെ റൂട്ട് മാപ്പ് വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്പൈഡർമാൻ വരെ ഇത് നോക്കിയിട്ട് വേണം ഇനി അടുത്ത് വലവിടാൻ. ആ ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് നമുക്ക് ഇനി ഈ ടോയ് എടുത്തിട്ട് ഈ ടോയ്ക്കകത്ത് ഇനി എന്താണ്, ഈ ടോയ് ബോക്സിനകത്ത് എന്താണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു പാക്കേജിനകത്ത് ഇങ്ങനെ കവർ ചെയ്താണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം ഇത് എന്താണെന്ന്. ഇത് വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ, ഇത് ജസ്റ്റ് ഒരു ബാഗാണ്. അതായത് ഒരു സ്പൈഡർമാൻ ബാഗാണിത്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബാഗ്. അത് ടോയ് എന്നുള്ള പേരിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ തൂക്കിയിടാം. വീട്ടിലൊക്കെ കൊണ്ട് ഒരു കീ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു അലങ്കാരത്തിന് ഞാൻ ഇന്ന സ്ഥലത്ത് പോയിരുന്നു എന്നുള്ളതിൻ്റെ അടയാളത്തിന് നമുക്ക് അത് വെക്കാം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു വലിയ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ടോയ്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ടോയ് ബോക്സിനകത്ത് വരുന്നത് കേട്ടോ. എങ്ങനെയുണ്ട് ടോയ് ബോക്സ്, ഇഷ്ടപ്പെട്ടോ? അപ്പോഴത്തേക്ക് നമ്മളിവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിത് വെളിയിൽ സ്ട്രീറ്റിലേക്ക് നമ്മളിത് ഇറങ്ങിയിരിക്കുകയാണ്. സ്ട്രീറ്റിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഈ സമയത്ത് തന്നെ ഈ ഒരു സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് ഈ ഒരു വലറ്റയുടെ സ്ട്രീറ്റിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വരും. ഇത് നമുക്കൊരു കൊക്കക്കോളയുടെ കപ്പ് നമ്മൾ കളഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്കത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഈ സ്ട്രീറ്റിൽ കൂടെ അങ്ങ് പോകാൻ കേട്ടോ. കൊക്കക്കോളയൊക്കെ നുകർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നമുക്ക് പതിയെ നടന്ന് പോകാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു സമ്മർ ടൈം ആണെങ്കിലും ഈ ഒരു സമയമാകുമ്പോഴത്തേനും, ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-9 മണിയൊക്കെ ആയിട്ടുണ്ട്, വൈകിട്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേനും അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു തണുപ്പ്, അങ്ങനെ തീരെ തണുപ്പെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, AC ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ കിട്ടും ഈ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു സ്ട്രീറ്റിലേക്ക്, ഇപ്പോൾ ടൂറിസ്റ്റുകളാണെങ്കിലും ഇവിടെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഈ ഒരു സമയമാകുമ്പോഴത്തേനും സ്ട്രീറ്റിലേക്കൊക്കെ ഇറങ്ങി അവരിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ കാണുന്നത്. ഇങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേനും ഇവിടെ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീ കണ്ടോ. അപ്പോൾ ആ ഒരു റൈറ്റ് സൈഡിലായിട്ട് കുറേ മുടി ഇങ്ങനെ തൂക്കിയിട്ട് ഇരിക്കുന്നുണ്ടോ. അപ്പോൾ ആ കളർ മുടികൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, നമുക്ക് നല്ല മുടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ആ ഒരു മുടി ഈ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിന്നിത്തരും. നമ്മുടെ നാട്ടിൽ പിന്നിയാന്ന് പറയില്ലേ, മുടി പിന്നിയാന്ന് പറയില്ലേ, ആ ഒരു കളറും കൂടെ ചേർത്ത് പിന്നി ഇങ്ങ് തരും. നല്ല രസമുള്ള ഒരു പരിപാടി, കണ്ടു നിൽക്കാൻ തന്നെ നല്ലൊരു ഒരു ഭംഗിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും പിന്നിട്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പതിയെ നടക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ നടക്കുമ്പോഴത്തേനും ഈ ഒരു സ്ട്രീറ്റിലെ റെസ്റ്റോറൻറ്റ്സ് ഒരുപാട് ആഘോഷങ്ങളും
ഒക്കെ ഇവിടെ നടക്കുന്ന ഒരു 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 സ്ട്രീറ്റാണ് കേട്ടോ ഈ ഒരു വല്ലറ്റ എന്ന് പറയുന്ന കാര്യം. ഏറ്റവും കൂടുതൽ ആളുകൾ യൂറോപ്പിൽ എത്തിപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്കിതൊരു ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ ഇവിടെ എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം ഭയങ്കര വലുപ്പമായിട്ട് തോന്നും. ചെറിയ രാജ്യമല്ലേ, ചെറിയൊരു ഏരിയയിലേക്ക് ഒരുപാട് ആളുകൾ, കുറച്ച് ആളുകൾ വന്നാൽ തന്നെ അത് വലിയൊരു കൗണ്ടായിട്ട് നമുക്ക് തോന്നും. അതാണ് കേട്ടോ ഇവിടെ സംഭവിക്കുന്നത്. അല്ലെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഇഷ്ടം പോലെ ആളുകളാണ് ഈ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സിലൊക്കെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഇങ്ങനെയുള്ള കുറച്ച് മ്യൂസിക്കും, കുറച്ച് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കുകളും വോക്കൽസും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് അവിടെ വന്നിരിക്കുന്ന ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ബിയറോ അല്ലെങ്കിൽ ചെറിയൊരു കോഫിയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു മ്യൂസിക്കൊക്കെ കണ്ട് അവരുടെ ആ ഒരു വീക്കെൻഡ് ടൈം അല്ലെങ്കിൽ ആ ഒരു വെക്കേഷൻ ടൈമൊക്കെ അവരിങ്ങനെ എൻജോയ് ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവനാണ് ഐറ്റം കേട്ടോ, ഇവനാണ് നമ്മുടെ താരം. സോക്സ് ഒക്കെ ഇട്ട് നമ്മുടെ ഈ സ്ട്രീറ്റിൽ കൂടെ മനുഷ്യന്മാരെ പോലെ തന്നെ സോക്സ് ഒക്കെ ഇട്ട് ഈ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന നമ്മുടെ പട്ടിക്കുട്ടൻ കേട്ടോ. നല്ല രസമുള്ള ഒരു പട്ടിക്കുട്ടനെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു പട്ടിക്കുട്ടനെയും പിന്നിലേക്ക് ആക്കിക്കൊണ്ട് നമ്മൾ ആ പട്ടിക്കുട്ടനെ അത്ര ഇഷ്ടപ്പെടില്ല നമ്മൾ മുന്നിൽ കരുതുന്നത്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ നമ്മളിതാ മുന്നിലേക്ക് ഇങ്ങനെ പതിയെ 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 നടന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിക്കാൻ ഇതുപോലുള്ള വാം ലൈറ്റിന് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്ട്രീറ്റുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. ഏത് ഏരിയ നോക്കിയാലും റെസ്റ്റോറൻറ്റ് ഇല്ലാത്ത, ഒരു ഫുഡില്ലാത്ത, ആ ഒരു ഫുഡിൻ്റെ സ്മെല്ല് വരാത്ത ഒരൊറ്റ കട, ഒരു ഒറ്റ സ്ട്രീറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അത്രയ്ക്കും ആളുകളും തിരക്കും ആ ഒരു 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 ഭംഗിയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നമ്മളിതാ നമ്മുടെ ഇന്നത്തെ ആ ഒരു ഫുഡ് ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ആ ഒരു പോയ ഭാഗമില്ലേ, ആ ഒരു പോയ ഭാഗത്തേക്ക് തന്നെ നമ്മളിതാ തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ. നമ്മൾ ഇന്നൊരു ഫുഡ് ഔട്ടിങ്ങിന് പോയി. നമ്മൾ കുറച്ച് മെക്ഡൊണാൾഡ്സിലാണ് നമ്മൾ പോയത്. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഇറങ്ങി നമ്മുടെ സ്ട്രീറ്റിൽ കൂടെ നടന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലോങ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.